നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ വക്കീലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒന്നുകൂടെ വിളിക്ക. കിട്ടുന്നില്ലമ്മേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പവിത്രനെ വിളിക്ക. വേഗം വിളിക്ക. ഗിരിജേ, 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 ഗിരിജേ. എന്താ ചേച്ചി? ദർശനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ആ മിന്നൽ രാജുവിനെ അവള് കൊന്നു പോലീസ് പറയുന്നത്. എന്റെ ദേവി, ഞാൻ എന്തായി കേക്കുന്നത്? അമ്മേ, അങ്കിളിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഗിരിജേ, നീ പവിത്രനെ വിളിച്ച് കാര്യം പറ. എന്റെ ഫോൺ റൂമിലാ, ഞാൻ പോയി വിളിച്ച് പറയാം. ഓനെ, നീ വക്കീലിനെ ഒന്നുകൂടെ വിളിക്ക. ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ ദൈവമേ? എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന തരിപ്പണമായില്ലേ? എടുത്ത് വിഷമിക്കാതെ, എല്ലാത്തിനും വഴിയുണ്ടാവും. കേസും കോടതിയും ഒക്കെ ആയാൽ അവളുടെ ഭാവി തകർന്നു പോകും. IPS കിട്ടാൻ വേണ്ടി ഇതുവരെ അവള് കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാകും. ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. പവിയേട്ട, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നു. ദർശനെ അറസ്റ്റ് ചെയ്തു. ആ രൂപേഷ് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഫോണൊന്നും എടുത്തില്ല. അതെ, നീ വേഗം ഒരു കാര്യം ചെയ്. എന്താ പവിയേട്ട? അതെ, നമ്മുടെ റൂമിലെ ഡ്രോയിനുള്ളില് ഒരു പ്ലാസ്റ്റിക് കവറിൽ മിന്നൽ രാജുവിന്റെ ഫോൺ ഇരിപ്പുണ്ട്. അത് നീ കൊണ്ടുപോയി ദർശനയുടെ മുറിയിൽ ആരും കാണാതെ വെക്കണം. അത് ഞാൻ ഏറ്റു. അവിടെ എല്ലാരും വിവരം അറിഞ്ഞോ? അറിഞ്ഞോന്നോ? നെഞ്ചത്തടിയും നിലവിളിയുമായിട്ട് എല്ലാരും കൂടി ഇരിപ്പുണ്ട്. എന്റെ പവിയേട്ട, എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. അവള് പോലീസ് സ്റ്റേഷനിൽ കൈവിലങ്ങിട്ട് നിൽക്കുന്ന കാഴ്ച എനിക്കൊന്ന് കാണണം. ആ കാഴ്ച നിനക്ക് ഉടനെ തന്നെ കാണാം. ആദ്യം നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്. ദർശന IPS ഇന്നത്തോടെ തീർന്നുവെല്ലാം. ഇനി അവൾ മിന്നൽ രാജു കൊലക്കേസിലെ പ്രതിയ. അവൾക്കൊരു ജീവപര്യന്തം ഞാൻ വാങ്ങിച്ചു കൊടുക്കും. മോനെ, മോനെ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. വക്കീലിന് ഇതുവരെ കിട്ടിയില്ല. അതൊന്നും സാരമില്ല, നമുക്ക് പോകുന്ന വഴിക്ക് വിളിക്കാം. ആദ്യം ദർശനെ കാണണം. അമ്മേ, അവളെങ്ങ ഇറക്ക്. നടക്ക്. ദർശനെ, 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 എന്താ ദർശനെ ഇത്? ഇതൊക്കെ സത്യമാണോ? ഇല്ല രൂപേഷേട്ടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ മിന്നൽ രാജുവിനെ കൊന്നത് ഞാനല്ല. ഇവരെല്ലാവരും കൂടി എന്നെ ചതിയിൽ പെടുത്തിയതാ. മാറി നിൽക്കാൻ അങ്ങോട്ട്. എന്താ എന്താ കാണിക്കുന്നത്? അങ്ങോട്ട് മാറി നിൽക്കാൻ. അധികം ചോദ്യവും പറച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. ദർശൻ ആരെയും കൊന്നിട്ടില്ല പറഞ്ഞില്ലേ? കള്ളക്കേസിൽ കുടുക്കി ദർശനെ ജയിലിലാക്കാൻ ശ്രമിച്ച അതിന് നിങ്ങൾ മറുപടി അറിയേണ്ടി വരും. നീ എന്നെ പഠിപ്പിക്കാൻ പറ്റുന്നോ? തൊട്ടു പോവരുത് അദ്ദേഹത്തിനെ.
അധികം ഷോ വേണ്ട സർ. ഇത് മരുവത്തൂർ വീടാ. നിങ്ങൾ കുറ്റം ചുമത്തിയിരിക്കുന്ന പ്രതി ഞാനല്ലേ? ഇദ്ദേഹം എന്റെ ഭർത്താവാ. ഇദ്ദേഹത്തിന്റെ ദേഹത്ത് കൈവച്ച നിങ്ങൾക്ക് വേറെ ഒരു ദർശനെ കാണേണ്ടി വരും. കോടതിയിൽ നിങ്ങൾക്കെതിരെ വേറെ കേസ് വരും. സമാധാനം പറയേണ്ടി വരും സർ. ഈ തൊപ്പി ഞാൻ ഊരിക്കും. എന്തിനാ സർ ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ദർശന എന്ത് തെറ്റ് ചെയ്തു? അവൾ ആരെയും കൊല്ലില്ല. അവിടെ ചത്തു മലച്ച് കിടപ്പുണ്ട് ഇവള് കൊന്നവൻ മിന്നൽ രാജു. കൊലപാതകം നടന്ന സ്ഥലത്തുനിന്നാ ഞാൻ ഇവിടെ അറസ്റ്റ് ചെയ്തത്. നിങ്ങൾ എല്ലാവരും കൂടി അറിഞ്ഞിട്ടാണോ ഇവള് മിന്നൽ രാജുവിനെ കൊല്ലാൻ പോയത്? കൂടുതൽ എന്നോട് വിളച്ചെടുത്താ എല്ലാത്തിനും ഞാൻ കൂട്ടുപ്രതികളാക്കും. എന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ജയിലിൽ കിടക്കാം. എന്താ അത് വേണോ? സർ ആർക്ക് വേണ്ടി ഇത് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ആർക്ക് വേണ്ടി ആയാലും സാറിന്റെ ഈ അഭ്യാസങ്ങൾക്ക് അധികം ആയുസില്ല. ഈ കള്ളക്കേസിൽ നിന്ന് എനിക്ക് നിഷ്പ്രയാസം ജാമ്യം കിട്ടും. അമ്മേ, രൂപേഷേട്ടാ, നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ നീ മിന്നൽ രാജുവിനെ കാണാൻ പോയത് അയാളെ സൽക്കരിക്കാനായിരുന്നോ? നീ വലിയ IPS കാരി ആവാൻ പോകുന്നതിന്റെ അഹങ്കാരമൊന്നും ഇങ്ങോട്ട് കാണിക്കരുത്. ഫോറൻസിക് ലാബിലെ റിപ്പോർട്ട് കൂടി കിട്ടിയാ പിന്നെ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതോടെ തീരും നിന്റെ IPS മോഹം. സാറിന്റെ പിന്നിലുള്ളവരുടെ ലക്ഷ്യം അതാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ. അതിനാണ് എന്നെ ഈ കേസിൽ കുടുക്കിയതെന്നും എനിക്കറിയാം. പക്ഷേ ഒന്ന് സാർ ഓർത്തോ, സാർ ഇട്ടിരിക്കുന്ന ഇതേ കാക്കി യൂണിഫോം അണിയാൻ ദൈവം എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എന്റെ മുൻപിൽ വന്ന് ഇതേ യൂണിഫോമിൽ സല്യൂട്ട് തരേണ്ടി വരും. നീ ഇനി IPS കാരി പോയിട്ട് ഒരു കോൺസ്റ്റബിൾ പോലും ആവില്ല. ഒരു ജീവപര്യന്തം മുഴുവനും നീ ജയിലിനകത്താ. സർ ആർക്കു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. പ്രതിയെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ തെളിവെടുപ്പിനാ. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. അതിന് തടസ്സം ഉണ്ടാക്കിയ, കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നതിന്റെ പേരില് എല്ലാത്തിനെയും ഞാൻ അറസ്റ്റ് ചെയ്ത് അകത്തിടും. പ്രതി അകത്തേക്ക് കൊണ്ടുവാ. ശരി സാർ, നടക്ക. പ്രതി മാത്രം അകത്തേക്ക് വന്നാ മതി. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ തന്നെ നിന്നാ മതി. താനിവിടെ നിൽക്ക്. സർ, ആരെയും അകത്തേക്ക് വിടരുത്. സർ, അത് നടക്കില്ല സർ. ഞാൻ ദർശനയുടെ ഭർത്താവാ. എന്ത് തെളിവെടുപ്പായാലും അത് കാണാനുള്ള അവകാശം എനിക്കുണ്ട്. തെളിവെടുപ്പാണെന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കൊണ്ടുവച്ചാ ഞങ്ങൾ എങ്ങനെ അറിയും? അതുകൊണ്ട് എന്റെ സാന്നിധ്യത്തിൽ മാത്രം തെളിവെടുപ്പ് നടത്തിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്നെയും കൂടെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുന്ന സാർ. ഓ, അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ അല്ല. നിനക്ക് ധൈര്യമൊക്കെ ഉണ്ട്. എന്നാ പിന്നെ നീയും കൂടെ വാ. തെളിവ് ഞങ്ങളാണോ കൊണ്ടുവച്ചത് അതോ ഇവളാണോ കൊണ്ടുവച്ചതെന്ന് നേരിട്ട് കാണ്. സർ